ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണോ അതോ ടെക്നിക്കൽ അനാലിസിസ് ആണോ കൂടുതൽ നല്ലത്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഭാവി പ്രിഡിക്റ്റ് ചെയ്യാണ്. അപ്പോൾ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പ്രൈസ് മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ വോളിയം മൂവ്മെൻറ്റ്സ്, ഇതാണ് മെയിനായിട്ടും വരുന്നത്. അപ്പോൾ പ്രൈസ് മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ വോളിയം മൂവ്മെൻറ്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നമുക്ക് ഷോർട്ട് ടേമിലേക്കുള്ള ട്രെൻഡ് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. അതായത് കുറച്ച് കാലത്തേക്ക് ഒരു മാസം 2 മാസം അല്ലേ, അപ്പോൾ ആ ഒരു പീരീഡിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഈ ഒരു വോളിയം ആസ് വെൽ ആസ് പ്രൈസ് മൂവ്മെൻറ്റ്സ് നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് ഒക്കെ വരികയാണ്, അല്ലെ ഒരു 10% കൂടുകയാണ്, അതുപോലെ തന്നെ അത് ഹ്യൂജ് വോളിയം കൂടെ അതിന് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ആൾക്കാർക്കും, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്ന ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. എല്ലാവരും വന്ന ഉടൻ തന്നെ എന്താ ചെയ്യുക, ചാർട്ട് തുറക്കും, ഈ സാധനങ്ങളൊക്കെ നോക്കും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിലാണ് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, നമ്മളെ പോലുള്ള ആൾക്കാരെ മെൻ്റലി പ്രഷറിലോട്ട് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, നമ്മൾ സ്ഥിരമായിട്ട് അറിയുന്ന, നമുക്ക് അത്രയും പരിചയമുള്ള കുറേ ചാർട്ട് പാറ്റേൺസ് ഉണ്ടാവും. കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, അങ്ങനെ കുറേ അധികം പാറ്റേൺസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പാറ്റേൺസ് ഒക്കെ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയും. അപ്പോൾ കുറേയൊക്കെ സിറ്റുവേഷൻസിൽ ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവും, പക്ഷേ ഭൂരിഭാഗം കേസിലും ചിലപ്പോൾ ഇത് വർക്കൗട്ട് ആവണമെന്നില്ല. എന്തുകൊണ്ടാണ് ഇത് വർക്കാവാത്തത്? പല സിറ്റുവേഷൻസിലും അവിടെ കുറേയൊക്കെ മാനിപ്പുലേഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതായത് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് പലപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ ചാർട്ട് പാറ്റേൺസ് വെച്ച് നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഔട്ടാക്കാൻ ഇവർക്ക് വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ അവർ സ്റ്റോക്ക് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് അവരെന്താ ചെയ്യുക, നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിൻ്റെ തലയിലോട്ട് ഇട്ട് വെച്ചിട്ട് അവർ നൈസായിട്ട് സ്കൂട്ടായി പോകും. വളരെ ഫാസ്റ്റായിട്ട് മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റോക്കുകളിൽ നമ്മൾ വാങ്ങി കൂട്ടും. വളരെ ഫാസ്റ്റായിട്ട് റീറ്റെയിലേഴ്സ് അട്രാക്ട് ചെയ്യപ്പെടും. അവരുടെ തലയിലോട്ട് വെച്ചിട്ട് നൈസായിട്ട് എന്ത് ചെയ്യും, ഈ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് അവിടുന്ന് സ്കൂട്ടടിക്കും. ഇതാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ ഷോർട്ട് ടേമിലേക്കുള്ള ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്, ഇപ്പം സ്വിംഗ് ട്രേഡൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് നല്ലതായിട്ട് വരും. പക്ഷേ നമ്മളെപ്പോലുള്ള ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഈ പറയുന്ന ചാർട്ടും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പം ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ, അങ്ങനെയുള്ള കുറേ പാറ്റേൺസ് ഒക്കെ നമുക്കൊരു ഐഡിയ തരും. എവിടം വരെ എത്തി, മാർക്കറ്റ് പീക്ക് ചെയ്യാനായിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പം തന്നെ നമ്മളെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ കൺസോളിഡേഷൻ അല്ലെ, ലോങ് ടേമിൽ കൺസോളിഡേഷൻ നടക്കുന്ന ചാർട്ട് പാറ്റേൺ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ നല്ല പെർഫോമൻസ് നടത്താനും മൾട്ടി ബാഗർ റിട്ടേൺസ് തരാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കൺസോളിഡേഷൻ അല്ലെ, ഹെവി കൺസോളിഡേഷൻ ഒക്കെ നടക്കുന്ന ചാർട്ട് പാറ്റേൺ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫണ്ടമെൻ്റലും കൂടെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 100% വിശ്വാസത്തോടു കൂടെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അതാണ് ഒരു കുഴപ്പം. ഞാനും ഈ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കാറുള്ളൂ. പ്രൈസ് മൂവ്മെൻറ്റ്സ് നോക്കാറുണ്ട്, വോളിയം മൂവ്മെൻറ്റ്സ് നോക്കാറുണ്ട്, മൂവിങ് ആവറേജസ് നോക്കാറുണ്ട്, റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ, പിന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആണോ അതോ ബിയറിഷ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഭൂരിഭാഗം സ്റ്റോക്കുകളും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എത്ര ശതമാനം സ്റ്റോക്കുകളാണ് 20-day മൂവിങ് ആവറേജിൻ്റെ മുകളിലുള്ളത്, അതുപോലെ തന്നെ 200-day മൂവിങ് ആവറേജിൻ്റെ മുകളിലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അല്ലെ ബിസിനസ് വൈസ് ആയിട്ട് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അത് കേപെക്സ് നടത്തിയിട്ടുണ്ടോ, അതിൻ്റെ ഏർണിങ്സ് മൊമെൻറ്റം എങ്ങനെയുണ്ട്, അവരുടെ ലേറ്റസ്റ്റ് കോൺ കോൾ, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ആ സെക്ടറിൽ ഇപ്പം ഹെഡ് വിൻഡ് ആണോ ടെയിൽ വിൻഡ് ആണോ ഉള്ളത്, ഈ മാർക്കറ്റ് സൈക്കിളിൽ ആ കമ്പനി പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, അവരുടെ പിയേഴ്സ് ഒക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അവർക്ക് ഏർണിങ്സ് മൊമെൻറ്റം ഒക്കെ വരുന്നുണ്ടോ, അവരുടെയും കോൺ കോളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി ഒരു സ്റ്റോക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ധൈര്യത്തോടെ നമുക്ക് ലോങ് ടേമിലേക്ക് അല്ലേ, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒന്നും കൂടെ ഭയങ്കര
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെക്നിക്കൽ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ടെക്നിക്കൽ അനാലിസിസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫണ്ടമെൻ്റൽ അനാലിസിസിനാണ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് വരുന്നത്. എന്നെങ്കിലും മാത്രമേ നമുക്ക് സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരുള്ളൂ. അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ആ ഒരു തിയറി കേട്ട് കഴിയുമ്പം, ആ ഒരു കഥ നമ്മൾ കേട്ട് കഴിയുമ്പം നമുക്ക് എന്തുണ്ടാവും, ആ സ്റ്റോക്ക് എന്തായാലും ഭാവിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേട്ടോ, ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ, കമ്പനിയുടെ ആ ഒരു ഗ്രോത്ത് അതുപോലെ തന്നെ കമ്പനിയുടെ ആ ഒരു വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കമ്പനിയുടെ ഷെയർ പ്രൈസും സമയത്തിനനുസരിച്ച് ഗ്രോ ചെയ്യും. അതൊരു സംശയമുള്ള കാര്യമില്ല. ചിലപ്പം കുറേ കാലമായിട്ട് അനങ്ങാതിരിക്കുകയായിരിക്കും അല്ലെ, കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും പ്രൈസിലുണ്ടാവില്ല. വോള്യത്തിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ എന്തിലുണ്ടാവില്ല, പ്രൈസിലുണ്ടാവില്ല. നമ്മൾ എല്ലാ ദിവസവും ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഭ്രാന്താവും. കാരണം എന്താ? കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യില്ല. ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്സ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കയറി പോയില്ല. പക്ഷേ കമ്പനി നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ടാവും. അതിനനുസരിച്ചുള്ളൊരു മൂവ്മെൻറ്റ് ഷെയർ പ്രൈസിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സ്റ്റോക്ക് ഇട്ടെറിഞ്ഞ് പോകും. പണ്ടാരം അല്ലേ, നമ്മൾ ഇത്രയും കാലം നമ്മൾ വെയിറ്റ് ചെയ്തു, ആ സ്റ്റോക്ക് കയറും എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സ്റ്റോക്ക് വിൽക്കും. നമ്മൾ വിൽക്കുന്ന നെക്സ്റ്റ് മൊമെൻറ്റ് ആ സ്റ്റോക്ക് കയറി മുകളിലോട്ട് പോകാൻ വേണ്ടി പോകും അല്ലേ. നമ്മൾ ചിലപ്പോൾ കുറേ കാലം ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും, കുറേ കാലം ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നു കഴിഞ്ഞപ്പോൾ ആയിരിക്കും നമ്മൾ ആ സ്റ്റോക്ക് വിട്ടു പോയിട്ടുണ്ടാവുക. അതിനുശേഷം അത് ഒരേ പോക്കായിരിക്കും മുകളിലോട്ട്, പിന്നെ താഴത്തേക്ക് വരില്ല. അങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ടെക്നിക്കൽസിൽ മാത്രം 100% വിശ്വാസം അർപ്പിച്ചു അല്ലേ, അതുകൊണ്ടല്ലേ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ആ സ്റ്റോക്കുമായിട്ട് ധൈര്യത്തോടു കൂടെ തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒരേ സമയത്ത് തന്നെ നോക്കിയിട്ട് മുന്നോട്ട് പോവുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ടും ഫണ്ടമെൻ്റൽസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ടെക്നിക്കൽസിൽ നമുക്ക് കുറച്ചും കൂടെ നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഒരു പ്രശ്നം കമ്പനിയിലൊക്കെ നടന്നു കഴിയുമ്പം ആ പ്രശ്നം എന്ത് ചെയ്യും? ആ കമ്പനിയുടെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറേ ആൾക്കാർ അറിയും. അപ്പോൾ അങ്ങനെ അറിയുമ്പം അവരെന്ത് ചെയ്യും? അവർ കുറേ ആൾക്കാരോട് ഈ കാര്യങ്ങളൊക്കെ പറയും അല്ലേ. അപ്പോൾ കമ്പനി നടത്തുന്ന പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? അവരുടെ ഇങ്ങനത്തെ സീക്രട്സ് ഒക്കെ ചിലപ്പം ഇതേപോലുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഈ കാര്യം നേരത്തെ മനസ്സിലാക്കുകയും അവർ ഈ കമ്പനീനെ ഫാസ്റ്റായിട്ട് സെല്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഈ ടെക്നിക്കൽസിൽ ഹൈ വോളിയം സെല്ലിങ് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നും കൂടെ കോഷ്യസ് ആയിട്ട് ആ സ്റ്റോക്കിനെ വാച്ച് ചെയ്യണം. അല്ല, അതിന് ഫർദർ മൂവ്മെൻറ്റ്സ് നമ്മൾ നോക്കണം. കമ്പനിയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ വിശദീകരണങ്ങൾ വരുന്നുണ്ടോ, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മൾ ടെക്നിക്കൽസ് കണ്ടു കഴിഞ്ഞു അപ്പം തന്നെ വിറ്റിറങ്ങി പോകണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ഈ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കോഷ്യസ് ആവേണ്ടത് ന്യൂസാണ്. ന്യൂസ് പലതും ചിലപ്പം ഇറങ്ങി വരും. അതും ഇതേപോലെ തന്നെ ഈ റീറ്റെയിലേഴ്സിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിം ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊമോട്ടേഴ്സ് തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോക്ക് വിട്ടു പോകേണ്ടി വരും. ചെറിയൊരു നഷ്ടം ചിലപ്പം ഉണ്ടാവാം. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന എല്ലാ സ്റ്റോക്കും അങ്ങനെ സംഭവിക്കില്ലല്ലോ. നമ്മൾ അത്രയും സ്റ്റഡി ചെയ്തിട്ട് അത്രയും ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും ഒക്കെ വെച്ച് നോക്കിയിട്ട് എടുക്കുന്ന കുറച്ച് സ്റ്റോക്സ്, ആ സ്റ്റോക്സിൽ ചിലപ്പം 1 or 2 ഒക്കെ ഫെയിലായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളതെല്ലാം നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരും. അതാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽസ് അല്ലേ, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ ടെക്നിക്കൽസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചുകൂടി നേരത്തെ സഞ്ചരിക്കുന്ന ആളാണ് ടെക്നിക്കൽസ് അല്ലേ. ടെക്നിക്കൽസിൽ ഭയങ്കരമായിട്ടുള്ള സെല്ലിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബൈയിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഭയങ്കരമായിട്ടുള്ള സെല്ലിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്നുള്ളൊരു വാർണിംഗ് സിഗ്നലാണ് നമുക്ക് തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾ പറയുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ അനാലിസിസിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കണം അല്ലെ. ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും ഒരേപോലെ നോക്കിയിട്ട് മാത്രമേ നല്ലൊരു ഇൻവെസ്റ്ററിന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ടെക്നിക്കൽസ് മാത്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇതേപോലെ തന്നെ എല്ലാവരും നോക്കുന്ന സാധനം ആയതുകൊണ്ട് അതിൽ കുറേ മാനിപ്പുലേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും നമ്മൾ നോക്കുക അല്ലെ. കൂടുതൽ ഫണ്ടമെൻ്റൽസിൽ നമ്മൾ ആ ഒരു വിശ്വാസം അർപ്പിച്ച് നമ്മൾ സ്റ്റോക്ക് അത്രയും നല്ലതാണെങ്കിൽ എത്ര താഴെ പോയാലും നമുക്ക്
നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ ദിവസം താഴത്തോട്ട് പോകുമ്പോൾ ആഡ് ചെയ്യാന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടിഞ്ഞുകൊണ്ട് വരുന്ന സ്റ്റോക്കിൽ നമ്മൾ മാക്സിമം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ ക്യാപിറ്റൽ ഇറക്കാൻ വേണ്ടി പാടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇപ്പോൾ ഒരു 10% ഒക്കെ ഡിഫറൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബൈ ചെയ്യാം അല്ലേ, അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. അല്ലാതെ 1%, 2% ഒക്കെ താഴെ വന്നിട്ട് നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. നമ്മൾ ക്യാപിറ്റൽ ഫുള്ള് ആ ഒരു സമയം തന്നെ ഇൻഫ്യൂസ് ആയി പോകും. ഈ സ്റ്റോക്കൊക്കെ ഇടിയുന്ന സമയത്ത് ചിലപ്പം മെല്ലെ ആയിട്ടാണ് ഇടിഞ്ഞു വരിക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ള ക്യാപിറ്റൽ ഫുള്ള് നമ്മൾ അതിൽ അലോക്കേറ്റ് ചെയ്യും. അതിന് പകരം 10% ഇടിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടെ മണി ഇതിലോട്ട്, കുറച്ചും കൂടെ പൈസ ഞാൻ ഇതിലോട്ട് ഇറക്കും എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ഗുണകരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനൊന്നുമല്ല, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി എടുത്തേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.